എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആയിട്ടാണ്. ഈ തംബ്നെയിലിൽ കണ്ടുപോലെ തന്നെ എൻ്റെ സ്കിന്ന് ഭയങ്കര ഡാർക്ക് ആയിരുന്നു. എനിക്ക് ഒരുപാട് സ്കിൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഹോം റെമഡി ട്രൈ ചെയ്തത്. നിങ്ങളിത് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടും. അതിൽ ഞാൻ ഗ്യാരണ്ടിയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട. ഒരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ സ്കിൻ കെയറിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നോക്കാൻ തുടങ്ങിയത്. ആ ടൈമിൽ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ എൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര ഡാർക്കായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്കിന്ന് ടാൻ അടിച്ച് ഭയങ്കര വൃത്തികേടായി. അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. സ്കിന്ന് ഭയങ്കര ഡാമേജ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ബാൻഡ് സെറ്റ് അല്ലെങ്കിൽ സ്പോർട്സ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് വെയിലത്ത് നിന്നിട്ടായിരിക്കും ചെയ്യേണ്ട വരിക അല്ലേ. അങ്ങനെ ഞാൻ എപ്പോഴും അന്വേഷിക്കുമായിരുന്നു എന്താ ചെയ്യാൻ പറ്റുക. പിന്നെ ആ ഒരു പ്രായത്തിൽ നമുക്ക് ഫേഷ്യൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വീട്ടുകാർ സമ്മതിക്കത്തുമില്ല, നമുക്ക് ചെയ്യാനും പേടിയായിരിക്കും അല്ലേ. അങ്ങനെ പിന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ ഓരോ സാധനങ്ങളും ട്രൈ ചെയ്യുമായിരുന്നു. ഇപ്പം ഒരു ദിവസം തൈരാണെങ്കിൽ ഒരു ദിവസം അലോവേര ജെല്ല്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിലൊന്നും ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് എൻ്റെ വല്യമ്മച്ചിയുടെ ഒരു കസിൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നത്. ആര് വന്നാലും ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് സ്കിൻ ഇതുപോലെ ക്ലീൻ ആവുന്നത്, അല്ലെങ്കിൽ നല്ലൊരു ഗ്ലോ കിട്ടുന്നത്, ജ്യൂസ് കുടിച്ചാകുമോ? അങ്ങനെ എനിക്ക് ഫുള്ള് സംശയങ്ങളായിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ടീനേജ് അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കും എല്ലാവരും. അപ്പോൾ അങ്ങനെ ഞാൻ വരുന്നവരോടെല്ലാം ചോദിച്ച് എനിക്ക് അവസാനം ഒരു ഫേസ് പാക്ക് കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഫേസ് പാക്ക് ഒരെണ്ണമല്ല, ഞാൻ പലത് ട്രൈ ചെയ്ത് അതൊന്നാക്കിയതാണ് ഈ ഫേസ് പാക്ക്. ഞാനുണ്ടല്ലോ ഈ പറയാൻ പോകുന്ന ഫേസ് പാക്ക് നിങ്ങൾ ഒരു ദിവസം കൊണ്ട് മാജിക് റിസൾട്ട് ഒന്നും കിട്ടത്തില്ല. അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരിക്കലും ഇത് ട്രൈ ചെയ്യണ്ട. ഇത് നമ്മൾ റെഗുലർ ആയിട്ട് ഒരു 15 to 30 ദിവസം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. പക്ഷെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടിയാണ്. എനിക്ക് വന്നിട്ടുള്ള ഈ മാറ്റം ഞാൻ നല്ല ക്ലിയർ ആയിട്ട് തംബ്നെയിൽ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചു ഗൈസ്, അടിപൊളി റിസൾട്ടാണ്. എല്ലാ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ബോയ്സ് ഗേൾസ് എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും. ഡാർക്ക് സ്പോട്ട് ഉള്ളവർ, അതേപോലെ പിഗ്മെന്റേഷൻ ഉള്ളവർ, അല്ലെങ്കിൽ സ്കിന്ന് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നവർ എല്ലാവർക്കും ഈ പാക്ക് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വെളുത്തിട്ട് പാറുന്നത് അതൊന്നും പ്രതീക്ഷിച്ചിട്ട് ആരും ഈ വീഡിയോ ചെയ്യരുത്, ഈ പാക്ക് നിങ്ങൾ ട്രൈ ചെയ്യരുത്. നിങ്ങൾക്ക് നല്ലൊരു ഗ്ലോ കിട്ടും എന്നത് ഞാൻ ഗ്യാരണ്ടിയാണ്. ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സൺ ടാൻ അടിക്കും. അപ്പൊ എല്ലാവരും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും കുട്ടികൾക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. ഉറപ്പായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്കുള്ള പ്രത്യേകമായിട്ടുള്ള സൺസ്ക്രീൻ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യുക. സ്കൂൾ അസംബ്ലി ഒക്കെ പുറത്ത് ഇപ്പോഴും ചെയ്യുന്ന സ്കൂളുകളുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ സൺ ടാൻ അടിക്കാനായിട്ട് ഭയങ്കര ചാൻസ് കൂടുതലാണ്. പിന്നെ നിങ്ങൾ ഈ ഫേസ് പാക്ക് ഉപയോഗിച്ചിട്ട് പിറ്റേ ദിവസം വെയിലത്ത് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടത്തില്ല. നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഇപ്പം വെയിലത്ത് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ SPF യൂസ് ചെയ്യുക. പിന്നെ നമ്മളിത് കൂടുതലും പ്രിഫർ ചെയ്യുക രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു 15 മിനിറ്റ് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം വേണം ഇത് അപ്ലൈ ചെയ്യാൻ. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങളൊരു വാം വാട്ടറിൽ ഇത് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു നോർമൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് വേണം കിടക്കാൻ. അപ്പോൾ ഞാൻ ഈ മാജിക്കൽ പാക്ക് യൂസ് ചെയ്യുന്ന കാര്യം ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. കാര്യം നിങ്ങളുടെ ഒരു ഇൻഗ്രീഡിയൻറ്റ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടണമെന്നില്ല. എല്ലാം നമ്മുടെ സ്കിന്നിന് വേണ്ട സംഭവങ്ങളാണ്. യാതൊരുവിധ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഇതിലില്ല. പ്യുവർ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ വീട്ടിലുള്ളത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ടിപ്പാണ്. അപ്പം സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണുക. അതോടൊപ്പം ഞാനൊരു ബ്യൂട്ടി തെറാപ്പിസ്റ്റ് കൂടിയാണ്. അപ്പം ഞാൻ സ്കിന്നിന് ഡാമേജ് വരുത്തുന്ന ഒരു കാര്യങ്ങളും പറയത്തില്ല. ഞാൻ സിഡസ്കോ കംപ്ലീറ്റ് ചെയ്ത ഒരു ബ്യൂട്ടി തെറാപ്പിസ്റ്റ് ആണ്. ഇത് കാണുന്നവർക്ക് അറിയാം സിഡസ്കോ എന്താണ്. ഇന്റർനാഷണൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു വ്യൂവേഴ്സിനും നമുക്ക് സ്കിന്നിന് ഹാനികരമായിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരത്തില്ല. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഒരിക്കലും ഇത് മിസ് ചെയ്യരുത്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. പിന്നെ നിങ്ങൾ ഇതോടൊപ്പം നന്നായിട്ട് വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്കിൻ ഗ്ലോ ആവാൻ. അതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫേസ് പാക്ക് നിങ്ങൾ 15 ദിവസത്തിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഇതിന് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസിൽ കുളിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ നിങ്ങൾ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത്, ഇപ്പം പിമ്പിൾസ് ഉള്ള സ്കിന്നാണെങ്കിൽ ഓയിൽ അല്ല ഏതെങ്കിലും മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചെറുതായിട്ട് മസാജും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടും. ഇതിനൊപ്പം തന്നെ ഇനി നമുക്ക് എന്തൊക്കെയാ പാക്ക് എന്ന് പറയാം. ആദ്യം
ആദ്യം തന്നെ നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളിലേക്ക് വരാം. ആദ്യം നമുക്ക് വേണ്ടത് പൊമഗ്രാനൈറ്റിന്റെ പൗഡറാണ്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എല്ലാ ദിവസവും പൊമഗ്രാനൈറ്റ് വാങ്ങിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ പൊമഗ്രാനൈറ്റ് വാങ്ങിച്ച് ഉണക്കി പൊടിച്ച് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് അങ്ങാടി കടയിലൊക്കെ ഇപ്പോൾ പൊമഗ്രാനൈറ്റ് പൗഡർ അവൈലബിൾ ആണ്, അത് വാങ്ങിക്കാം. അതിനോടൊപ്പം കുറച്ച് ഹണി, പിന്നെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് തൈര്, ഇനി ഓയിലി സ്കിൻ ആണെങ്കിൽ പാല്, പിന്നെ അതേപോലെ തന്നെ ക്യാരറ്റ് ഇതുപോലെ തന്നെ ഉണക്കി പൊടിക്കുക. അതെനിക്ക് അറിയത്തില്ല നാട്ടിൽ എവിടെ കിട്ടുമെന്നുള്ളത്, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. വെയിലത്ത് വെച്ചിട്ട് ഉണക്കി പൊടിച്ചെടുത്താൽ മതി. എല്ലാം നിങ്ങൾക്ക് 1:1 റേഷ്യോയിലാണ് എടുക്കേണ്ടത്. ഇതൊക്കെ നിങ്ങൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർഗാനിക് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. ഇപ്പം കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിൽ നമുക്ക് അറിയത്തില്ല എന്തെങ്കിലും മായം ഉണ്ടോ എന്നൊക്കെ. അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ്, ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് താമര. താമര നമുക്ക് നാട്ടിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് നിങ്ങൾ ഇതുപോലെ തന്നെ അതിൻ്റെ ഇതളുകൾ ഉണക്കിയിട്ട് അതും പൊടിച്ച് ഈ പാക്കിൻ്റെ കൂടെ മിക്സ് ചെയ്യണം. ബീറ്റ്റൂട്ടിന്റെ പൗഡർ ഉണ്ടെങ്കിൽ അതും കൂടി കുറച്ച് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഉണ്ടെങ്കിൽ മാത്രം മതി, അത് തികച്ചും ഓപ്ഷണൽ ആണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾ പാലിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ തൈരിൻ്റെ കൂടെ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ഈ പാക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ മുന്നേ പറഞ്ഞായിരുന്നു. നമ്മൾ ബിഫോർ ബെഡ് ഒരു 15 മിനിറ്റ് അപ്ലൈ ചെയ്ത് നമ്മുടെ ഫേസിൽ വെക്കുക. വെച്ചതിന് ശേഷം നമ്മൾ നല്ലൊരു വാം വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ കൂടെ നല്ലൊരു മോയ്സ്ചറൈസർ നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യണം. പിറ്റേ ദിവസം നിങ്ങൾ എവിടെ പോയാലും, ഈവൻ വീട്ടിലാണെങ്കിൽ പോലും നിങ്ങൾ SPF യൂസ് ചെയ്യണം. അപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും SPF വീട്ടിലാണെങ്കിൽ യൂസ് ചെയ്യണമെന്ന്. ശരിക്കും യൂസ് ചെയ്യണം. നമ്മൾ ഫോണ് അതൊക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ സ്കിന്നിന് കേടായതുകൊണ്ട് നമ്മൾ SPF റെഗുലർ ആയിട്ട് യൂസ് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊരു 15 to 30 ദിവസം നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്നിട്ട് കമൻറ്റ് ചെയ്യണം. ഇനി റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്താണെങ്കിലും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇതൊക്കെ ഉണക്കാനും അരയ്ക്കാനും തേക്കാനും ഒക്കെ ടൈം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു പുതിയ പ്രൊഡക്റ്റ് ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഇറങ്ങുന്നുണ്ട്. പ്ലസ് ഗ്ലൂട്ടാത്തിയോണിയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളൊരു പുതിയ ഫേസ് ക്രീം ഇറക്കുന്നുണ്ട്. അപ്പം അത് ലോഞ്ച് ആയിട്ടില്ല, മേ ബി ഒരു മെയ് 15-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കും അത് ഇറങ്ങും. അപ്പം അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഈ പാക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി പറയുന്നത് ഗൈസ്, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. എങ്ങനെ തുടങ്ങണം? ഗേൾസ് കഥ പറയുന്നുണ്ടോ? കുറച്ച് ഓവറായോ? പക്ഷേ താമര എനിക്ക് ഇതിന്റെ കൂടെ അപ്ലൈ ചെയ്യണം. ഓ സോറി, അത് നല്ലൊരു പോയിന്റ് അല്ലേ?